നമസ്കാരം. നമ്മെ മാനസികമായും സാമ്പത്തികമായും വലിയ സമ്മർദ്ദത്തിലാക്കുന്ന നിർണായകമായ ക്രിട്ടിക്കൽ ഇൽനസ് അസുഖങ്ങളെക്കുറിച്ചും അവയ്ക്കെതിരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ചും ഇന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ക്രിട്ടിക്കൽ ഇൽനസ്? ജീവിതശൈലിയെയോ ആയുസ്സിനെയോ ഗുരുതരമായി ബാധിക്കുന്ന സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ക്രിട്ടിക്കൽ ഇൽനസ് എന്ന് വിളിക്കുന്നത്. ഇവയുടെ ചികിത്സ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതും ഭീമമായ ചിലവ് വരുന്നതുമായിരിക്കും. ഉദാഹരണങ്ങൾ: ക്യാൻസർ, ഹൃദയാഘാതം, വൃക്ക തകരാറിലാകുന്നത്, പക്ഷാഘാതം തുടങ്ങിയവ. ഇൻഷുറൻസ് കമ്പനികൾ സാധാരണയായി ഇവയെ പ്രധാനമായും മൂന്നായി തിരിക്കുന്നു: മേജർ ഇൽനസസ്, ക്യാൻസർ, അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, കാർഡിയോവാസ്കുലാർ ഡിസീസസ് അഥവാ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, പക്ഷാഘാതം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തുടങ്ങിയവ ഈ ശ്രേണിയിൽ വരുന്നു. ഇതിന്റെ ചികിത്സാ ചെലവുകൾ കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ക്രിട്ടിക്കൽ ഇൽനസ് ചികിത്സകൾക്ക് സാധാരണയായി വൻ തുക ചിലവാകും. ക്യാൻസർ ചികിത്സ 10 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ചിലവാകും. വൃക്ക മാറ്റിവെക്കൽ 15 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ. ഹൃദയ ശസ്ത്രക്രിയകൾ 5 ലക്ഷം മുതൽ 15 ലക്ഷം വരെ എന്നിങ്ങനെ ആധുനിക ചികിത്സാ രീതികൾ അവലംബിക്കേണ്ടി വരുമ്പോൾ ചെലവ് വീണ്ടും വർദ്ധിക്കും എന്ന വസ്തുത കൂടി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ്? ഒരു വ്യക്തിക്ക് പോളിസിയിൽ പറയുന്ന ഏതെങ്കിലും ഒരു അസുഖം സ്ഥിരീകരിക്കപ്പെട്ടാൽ ഇൻഷുറൻസ് കമ്പനി ഒരു നിശ്ചിത തുക ലംസമായി ഒറ്റത്തവണയായി നൽകുന്ന പദ്ധതിയാണിത്. ഇത് സാധാരണ ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന്റെ സം അഷ്വേർഡ് റേഞ്ചുകൾ സാധാരണയായി 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ അല്ലെങ്കിൽ അതിനു മുകളിൽ സം അഷ്വേർഡ് ലഭ്യമാണ്. നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ 3 മുതൽ 5 ഇരട്ടി വരെയുള്ള തുക സം അഷ്വേർഡായി എടുക്കുന്നതാണ് ഉചിതം. ഇതിന്റെ പ്രീമിയം നിരക്കുകൾ പ്രായം, ആരോഗ്യസ്ഥിതി, തിരഞ്ഞെടുക്കുന്ന പ്ലാൻ എന്നിവയെ അടിസ്ഥാനമാക്കി പ്രീമിയം മാറിക്കൊണ്ടിരിക്കും. 30 വയസ്സുള്ള ഒരാൾക്ക് 10 ലക്ഷം കവറേജിന് ഏകദേശം 3000 മുതൽ 6000 രൂപ വരെ വാർഷിക പ്രീമിയം വരാം. പ്രായം കൂടുന്നതനുസരിച്ച് പ്രീമിയവും വർദ്ധിക്കും. ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് 2 തരം വെയിറ്റിംഗ് പീരീഡുകളാണ് ഇതിലുള്ളത്. ഒന്ന്, ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ്. പോളിസി എടുത്ത് ആദ്യ 90 ദിവസത്തിനുള്ളിൽ രോഗം ബാധിച്ചാൽ ആനുകൂല്യം ലഭിക്കില്ല. അസുഖം സ്ഥിരീകരിച്ചു കഴിഞ്ഞും പോളിസി ഉടമ നിശ്ചിത സാധാരണ 30 ദിവസം ജീവിച്ചിരിക്കണം എന്ന നിബന്ധനയാണ് ഇതിനുള്ളത്. ഇതിന്റെ ക്ലെയിം നടപടികൾ: അസുഖം ബാധിച്ചാൽ കമ്പനിയെ അറിയിക്കുകയും ആവശ്യമായ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും വേണം. ആവശ്യമായവ എന്തൊക്കെയെന്ന് വെച്ചാൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടുകൾ, ബയോപ്സി, MRI സ്കാൻ എക്സെട്ര, ഡിസ്ചാർജ് സമ്മറി എന്നിവ നൽകുക. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് ആശുപത്രി ചെലവുകൾ മാത്രമേ നൽകൂ. എന്നാൽ ക്രിട്ടിക്കൽ ഇൽനസ് വന്നാൽ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ആ സമയത്ത് വീട്ടുചെലവുകൾക്കും വായ്പകൾ തിരിച്ചടയ്ക്കാനും ഈ തുക വലിയ സഹായമാകും. കുടുംബത്തിൽ ആർക്കൊക്കെയാണ് ഈ പരിരക്ഷ വേണ്ടത്? കുടുംബത്തിലെ വരുമാനദായകനായ വ്യക്തി നിർബന്ധമായും ഇത് എടുത്തിരിക്കണം. കൂടാതെ പാരമ്പര്യമായി ഇത്തരം അസുഖങ്ങളുള്ള കുടുംബമാണെങ്കിൽ പങ്കാളിക്കും ഇത് എടുക്കുന്നത് നന്നായിരിക്കും. എപ്പോഴാണ് ക്രിട്ടിക്കൽ ഇൽനസ് എടുക്കേണ്ടത്? വളരെ ചെറുപ്പത്തിൽ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കാരണം പ്രീമിയം കുറവായിരിക്കും, മെഡിക്കൽ പരിശോധനകൾ ലളിതമായിരിക്കും. അസുഖങ്ങൾ വരാൻ കാത്തിരിക്കാതെ മുൻകരുതൽ എടുക്കുന്നതല്ലേ ബുദ്ധി. ഇത് ക്യാഷ്ലെസ് ആയിട്ടാണോ റീഇംബേഴ്സ്മെന്റ് ആയിട്ടാണോ ലഭിക്കുന്നത്? ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് സാധാരണയായി ലംസം പേയ്മെന്റ്, ഒറ്റത്തവണ പണമടയ്ക്കൽ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അസുഖം സ്ഥിരീകരിച്ചാൽ മുഴുവൻ തുകയും കയ്യിൽ ലഭിക്കും. ഇത് ആശുപത്രി ബില്ലിന് പുറമെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കാം. താങ്ക് യു.